ഹായ് ഓൾ. പലവർക്കും 143 നോട്ടീസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, പാനിക് ആവേണ്ട കാര്യമില്ല. ജനറിക് നോട്ടീസുകളാണ് ഇത്. കറക്റ്റ് സമയത്തിൻ്റെ ഉള്ളിൽ റെസ്പോൺസ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആക്ച്വൽ ഡിഡക്ഷൻസും മറ്റും ക്ലെയിം ചെയ്തിട്ടാണ് നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾ കൺസൾട്ട് ചെയ്യാന്ന് വെച്ചാൽ അവരെ കണ്ടിട്ട് സംസാരിക്കുക. ഒരിക്കലും ഇത് നെഗ്ലക്റ്റ് ചെയ്യരുത്, അതായത് ഇഗ്നോർ ചെയ്യരുത്. കാരണം ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് ചിലപ്പോൾ വലുതാവും. ടൈംലി റെസ്പോൺസ് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് പ്രൂഫുകൾ ചോദിച്ചിട്ടും സംഭവം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫയൽ ചെയ്ത റിട്ടേൺ 26 ഏജ് ആയിട്ടുള്ള മിസ്മാച്ചോ ഏജ് ആയിട്ടുള്ള മിസ്മാച്ചോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഡിഡക്ഷൻസ് വളരെ ഹയർ ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതുപോലെ ഇൻകം അണ്ടർസ്റ്റേറ്റിംഗ് ഉണ്ടോ എന്ന് അവർക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ, അതും അല്ലെങ്കിൽ ജനറിക്കായിട്ട്, അതായത് മറ്റേ സിസ്റ്റം തന്നെ റാൻഡംലി സെലക്ട് ചെയ്തതാവാം. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ ഉള്ളതാണ് ഇപ്പോൾ നോട്ടീസുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ 143 സെക്ഷൻ 143 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള നോട്ടീസുകളാണ് വന്നിരിക്കുന്നത്. അത് ടൈംലി നിങ്ങൾ ഇതാക്കുക. ഇപ്പം മോർ ജനറിക്കായിട്ടുള്ള നോട്ടീസുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഫേസ്ലെസ് ആണ്, റെപ്രസെൻറ്റേഷൻ വരെ, അല്ലാതെ നിങ്ങൾ ഫിസിക്കലി പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഇതാക്കുക. ഇതുകൊണ്ടാണ് എപ്പോഴും പ്രൊഫഷണൽസ് പറയുന്നത് ആക്ച്വൽ ഡിഡക്ഷൻസ് മാത്രം ക്ലെയിം ചെയ്യുക, ആവശ്യമില്ലാത്ത ഫേക്ക് ഡിഡക്ഷൻസും മറ്റും ക്ലെയിം ചെയ്യാതിരിക്കുക. കാരണം അറ്റ് ദ എൻഡ് നിങ്ങൾ അസസി മാത്രമാണ് സഫർ ചെയ്യുക. കാരണം അവരുടെയാണ് പൈസ, അവരുടെയാണ് മറ്റ് ഇതുകളൊക്കെ അതൊക്കെ. അപ്പോൾ ബി എ ഓണസ്റ്റ് സിറ്റിസൺ, സത്യസന്ധമായിട്ടുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുക, റൂൾസ് പാലിക്കുക, നന്നായിട്ട് ഇതായിട്ട് സമാധാനത്തോടെ ഇരിക്കുക. ഓക്കെ, ബൈ.